ഇയർ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആണ്. എന്താണ് മെറി ന്യൂ ഇയർ? ന്യൂ ഇയർ അല്ല, ന്യൂ ഇയർ ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് അല്ലേ അമ്മച്ചീന്ന് പറയടാ അമ്മച്ചി. ആന്നേ തണുത്തിട്ട് മേല എല്ലാവരുടെ ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ട് നമ്മുടെ മമ്മയും ഗൈസ്. എനിക്ക് ഇത്ര വലിയ തണുപ്പൊന്നും തോന്നില്ല അല്ലേ മങ്ക? തണുപ്പ് ജീവിയാ. അതെ കളി അല്ലേ അമ്മച്ചി? അപ്പൊ ഞങ്ങള് മോശം ഐസ്മാനാണോ അമ്മച്ചി പറയേ? തണുപ്പുണ്ട് എനിക്ക്. അതെ, അപ്പൊ ഞങ്ങൾ ഐസ്മാണെന്ന് ചോദിച്ചപ്പോ അമ്മച്ചി അറിയാം അമ്മച്ചിക്ക് തണുപ്പുണ്ടത്. അയ്യോ അത് അവസ്ഥയല്ലോ. അപ്പൊ നോക്ക അമ്മച്ചിക്ക് തണുപ്പുണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഐസ്മാനാണെന്നല്ലേ ചോദിച്ചു, നിങ്ങൾക്ക് ഇല്ലല്ലോ. അങ്ങനെയോ? എല്ലാത്തിലും ഞാൻ കണ്ടുപിടിക്കുന്ന പൊട്ടനാണ് കഴിച്ചിരിക്കുന്ന വാവാറ്റാന്ന് പറയുന്നത്. അപ്പൊ ജുവാല ഡ്രസ് പുറങ്ങി മൂക്ക് മുട്ടിയോളം വീഴുന്നാണ് തോന്നുന്നത്. കാരണം ഉറക്കം വന്ന് കണ്ണൊക്കെ തിളങ്ങുന്നുണ്ട്. ഗൈസ് നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നക്ഷത്രം കൊണ്ട് തുടങ്ങിക്കോട്ടെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ഇല്ലേ? വലിയ നക്ഷത്രം. വലിയ നക്ഷത്രം ഇവിടെ ഉണ്ട്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇടാൻ നമുക്ക് ലൈറ്റ് ഇല്ല, അതാണ് വിഷയം. അപ്പൊ അവിടെ മോസ്റ്റ് പുൽക്കൂടത്തെ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് നമ്മുടെ ഉണ്ണീശോ. മഞ്ചാടിക്കുരിയിൽ കിടന്നുറങ്ങുകയാണ്. വാ, നമ്മുടെ ഉണ്ണീശോന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് എന്ന്. നമ്മുടെ മോസ്റ്റ് ട്രീ ഇതേ ഇവിടെ ഇളിഞ്ഞോണ്ട് നിപ്പുണ്ട്. അപ്പൊ നമ്മള് പുൽക്കൂടിന്റെ ഫ്രണ്ടിലാണ് ഗൈസ്. എല്ലാവരും ചിരിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ക്രിസ്മസ് രാത്രിയിൽ തണുത്തിരിക്കുന്നത് അല്ലേ അമ്മച്ചി? ആലായിട്ട് കാണുന്നുണ്ട്. അത് ഇവിടേക്ക് ഇടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷെ നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ആകെ അവസ്ഥയാണ് ഗൈസ്. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്ര തന്നെ ഒപ്പിച്ചത് ഞങ്ങൾക്ക് മാത്രമേ കണ്ടില്ലേ വെച്ച എക്സ്റ്റൻഷൻ ബോർഡ് എവിടെ ഇരിക്കുന്നത്? ഈ പൊട്ട സാധനത്തിലാണ് ഓർമ്മയുള്ളൂ. ഷോ നമുക്ക് ഉള്ളതിന് നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പൊ എന്നെ തലക്കെട്ട് അടിക്കണ്ട എല്ലാരും. അടിച്ചു കൊല്ലാൻ പോവാണ്. കുറച്ച് നീട്ടി ഉണ്ടാക്കി എന്തായിരുന്നു റസ് രണ്ടും കൂടി അടുപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ളത് നമുക്ക് വേണം ഗൈസ്. അതാണ് ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായത്. സാരല്ല, നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇത്രയെങ്കിലും ഉണ്ടായതിന് നമുക്ക് ആദ്യം ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം അല്ലേ അമ്മച്ചി? ഇത്രയല്ല, ഇത് ഉണ്ണീശൊക്കെ ഇത് മതി. അത് തന്നെ ട്രീയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. തൊട്ടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നതേ ഉള്ളൂ. ഈ ബൾബും ഒന്നും ഇല്ലായിരുന്നു. അതിപ്പോ മനുഷ്യന്മാരെ കണ്ടുപിടിച്ചു മനുഷ്യന്മാര് നിന്നെ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. കട്ട കരിപ്പന്നെ സത്യം. നമ്മുടെ ആട്ടേടയന്മാര് വഴി കാണിച്ചു കൊടുത്ത് അല്ലേ? അതന്നെ. പിന്നെ നക്ഷത്രങ്ങളാണ് ഇങ്ങനെ മിന്നി നിന്നത്. അതന്നെ, അല്ലാതെ ട്രീ ഒന്നും അല്ല അല്ലേ അമ്മച്ചി? പുൽക്കൂടൊന്നും മിന്നിട്ടില്ലേ? റാന്തലിനെ വിളിച്ചായിരുന്നു അല്ലേ ബാറ്റി? വായില്ലാ പൈതം തല കണ്ടോ? ഓണത്തിന്റെ ഇടയ്ക്ക് ഇതിനാണ് കാര്യം നമ്മള് പുട്ട് കച്ചവടം എന്ന് പറയുന്നത്. മോസ്റ്റ് ആയിട്ട് ക്രിസ്മസ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു പാട്ടൊക്കെ പാടി നമ്മുടെ ക്രിസ്മസ് ഡേ ഒക്കെ കാണിച്ച് ഒരു വൈബങ്ങ് ആക്കിയാലോ? അന്ന് ഉറങ്ങൊക്കെ ചെയ്ത് നമുക്കിനി അയ്യോ ഫ്ലാഷ് അടിക്കുന്നുണ്ടോ ഞാന്? ഇല്ല അല്ലേ ഗൈസേ? അപ്പൊ അതൊന്ന് പിടിച്ചേ, ഞാനൊന്ന് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കട്ടെ. ഇത് പിടിക്കുക എന്നാ മണ്ട. ഈ വാവാറ്റിയൊക്കെ വെറും പൊട്ടനാണ് ഗൈസ്. വെറും തണുപ്പ്, ഈ തണുപ്പ് പ്യാരെയുള്ള ജീവികളാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടെ ചിലർ ഫോണൊക്കെ വിഴുങ്ങുന്നത് കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ക്രിസ്മസ് ഗാനൊക്കെ പാടി നമ്മുടെ ക്രിസ്മസ് അങ്ങ് മോസ്റ്റ് ആക്കാം അല്ലേ ഗൈസ്? അല്ലേ 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 അല്ലേ? അതെ. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനമാസത്തിൽ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകൻ. ദേവനാദം കേട്ടു ആമോദരായി. ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ. വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരകരാജകുമാരിയോടൊത്തന്ന തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകൻ തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. താരകൻ തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബദ്ലേഹൻ തന്നെ നിന്നു. അങ്ങനെയാണോ? തേജസ്സിൻ മുന്നിൽ കണ്ടു. രാജാതിരാജന്റെ പൊൻതിരുമേനി. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ. വെള്ളിമേഘ
രാവിൽ താരക രാജകുമാരിയോടൊത്തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി കുഞ്ഞാറ്റ പങ്കൻ മാറിപ്പോയി കുഞ്ഞാറ്റ പങ്കൻ വാവാറ്റ. അപ്പൊ ഗൈസ് നമ്മുടെ ക്രിസ്മസ് ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ പാട്ടാണ് നിങ്ങൾ അഥവാ കോപ്പറേറ്റ് ഇടുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഞാൻ കൊഞ്ചിനെ ഇഷ്ടമാണ് അമ്മച്ചിക്ക്. ഞാൻ കൊഞ്ചിനെ ഇഷ്ടമാണ് അമ്മച്ചിക്ക്. അമ്മച്ചി പറയാൻ പറ്റില്ല. പുൽക്കൂട് മാഷിട്ട് തൊപ്പി സാധനം എടുത്തോണ്ട് പോയി. അപ്പം അമ്മച്ചിക്ക് കണ്ട അമ്മച്ചി അല്ല ഗായ്സ് അമ്മച്ചിക്ക് കണ്ട തണുത്ത് അന്ന് അമ്മച്ചി നോക്കാം അമ്മച്ചി ഞങ്ങൾ എടുക്കട്ടെ കേട്ടോ ടാറ്റാ. ഗായ്സ് അപ്പം എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പാടിയ പാട്ട് യഹോദയായിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള പാട്ടായിരുന്നു. അപ്പൊ അതിൽ കോപ്പിറൈറ്റ് ഇടുമെന്ന് എനിക്ക് അറിയത്തില്ല. അഥവാ ഇട്ടാൽ ഈ പാട്ടാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഞാൻ കോച്ചിന്റെ എന്റെ അമ്മക്ക് പാട്ട് വെച്ചാലോ ഈ കണക്കിന് അടുത്ത ക്രിസ്മസ് ആകുമ്പോ ഞാൻ പിനോക്കിനായിരിക്കണ്ട. അപ്പൊ ഗൈസ് അടുത്ത ഘട്ടം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് മുറിക്കാൻ പോകണം. മോസ്റ്റ് കേക്ക് മുറിക്കാൻ പോലെ അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാൻ പോകാം. അപ്പൊ നമുക്ക് ഓരോ ക്രിസ്മസിന് നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ അമ്മച്ചിയൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ പണ്ടത്തെ ക്രിസ്മസിന്റെ ഒക്കെ നമുക്ക് എനിക്ക് അനുഭവം വേണം. എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേ കഴിച്ചു. ക്രീം കേക്ക് വേണം ഇല്ല അമ്മച്ചി. അമ്മച്ചി നമ്മള് ക്രിസ്മസ് എന്ന് പറയുമ്പോ പ്ലം കേക്ക് അല്ലേ അമ്മച്ചി നമ്മൾ ആദ്യം ഓർക്കുന്നേ. അമ്മച്ചിക്ക് ക്രീം ആണോ പ്ലം ആണോ ഇഷ്ടം? എനിക്ക് പ്ലം. അമ്മച്ചിക്ക് പ്ലം ഇഷ്ടം. അവർക്ക് ഏതാ ഇഷ്ടം, ക്രീമോ പ്ലമ്മോ? എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്ക് പ്ലം ഈ മരുഭൂമി പോലെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അവർക്ക് ജെല്ലി ജെല്ലി ആയിട്ടിരിക്കുന്നത്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന. എനിക്കൊരു ആന കേക്കും കഴിക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. മമ്മക്ക് എന്താണ് ഇഷ്ടം? ക്രീം പ്ലം. പ്ലം ക്രീം ആണ് മമ്മക്ക് ഇഷ്ടം പറയുന്നത്. അപ്പൊ എനിക്കിഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബട്ടർ കേക്ക് ഇഷ്ടമാണ്. പിന്നെ ആ സത്യം അങ്ങനത്തെ കേക്കൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ അത് തന്നെ മോസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ വയറ് നിറയും ഗൈസ്. അതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് കേട്ടെ എന്നിട്ട് നീയല്ലേ എന്നെ ഗൈസ് ഞാനാണോ? എടാ ഞാനല്ല കണ്ടോ, ഞാൻ വർത്തമാനം പറയുമ്പോ സൗണ്ട് എവിടുന്ന കേൾക്കുന്നത്. എവിടെ ആണല്ലോ, എവിടെ ആരാ? അയ്യോ സാന്റാജി, സാന്റ അമ്മച്ചിനോടൊന്ന് വിഷു പറയാ. മേരി ക്രിസ്മസ്. പാട്ട് വെച്ചിട്ട് കളിക്കാം. സാന്റ വന്ന സ്ഥിതിക്ക് നമുക്കൊരു പാട്ടില്ലാതെ ഒരു വൈബില്ല അല്ലേ? എന്റെ ഗായ്സ് ഇത് എന്താ നടക്കുന്നേ? സാന്റ ഇവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. സാന്റ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആടി ഇടുന്ന. അയ്യോ സാന്റ സാന്റയ്ക്ക് എല്ലാരും ഇഷ്ടമാണ്. എല്ലാരും സാന്റനെ കെട്ടിപ്പിടിക്കുക. സാന്റനെ കെട്ടിപ്പിടിക്കെല്ലാരും. എടാ സാന്റനെ കെട്ടിപ്പിടിയടാ. എനിക്ക് സാധനം കെട്ടിപ്പിടിക്കണം. എല്ലാരും കെട്ടിപ്പിടിക്കുക. ഒരുമിച്ച് സാധനം കെട്ടിപ്പിടിക്കുക. എനിക്ക് സാധനം
Santa with the vibe, on the vibe chilling in the. മടുത്താലാണല്ലോ നമ്മുടെ പേര് പോകട്ടോ. സാന്റ സാന്റ ചെരുപ്പിട്ടോ സാന്റ. സൂപ്പർ സൂപ്പർ പുൽക്കൂട് സൂപ്പർ. എന്താ അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് സെലിബ്രേഷൻ കഴിഞ്ഞു അല്ലേ? അല്ലേ സാന്റ? ഓ അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇനി ഇത് കഴിഞ്ഞ പാടെ എന്താ ചെയ്യാൻ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോന്നെ? കേക്ക് മുറിക്കണം അല്ലേ? സാന്റ ആണ് അപ്പൊ നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സാന്റ എന്ത് ചെയ്യണം? നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് ഇതാ ഇവിടെ റെഡിയാണ്. അപ്പൊ സാന്റ നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് ആയിട്ടുള്ള കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. സാന്റ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഗോ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Wow! നമ്മുടെ സാന്റ മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാവ്, നോക്ക്, വരൂ. സാന്റയ്ക്ക് നമുക്ക് കൊടുക്കാം. വാ, സാന്റയ്ക്ക് നമുക്ക് ആദ്യം കേക്ക് കൊടുക്കാം. എന്നാ സാല തിന്നോ. ഓ, സാന്റയുടെ തൊപ്പി മാത്രമാണ് ഗൈസ് കേക്ക് കഴിക്കുന്നത്. എന്ത് തമാശയാണ്. അടുത്ത നമ്മുടെ അമ്മച്ചിക്ക് കൊടുക്കാം. ദാ അമ്മച്ചി. അമ്മച്ചി കഴിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ പൊന്നാര നമ്മുടെ പങ്കന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓ, എന്നാ തിന്നതാ തിന്നോ. കേക്ക് പോലെ തിന്നാല്ലാതെ പിന്നെ കാണാനാണോ? അടുത്ത നമ്മുടെ മോസ്റ്റ് ആയിട്ട് നമ്മുടെ പഞ്ചാര കുടുക്കയായിട്ടുള്ള മമ്മയാണ്. മമ്മയെ വരൂ. നമ്മുടെ പുൽക്കൂടിന്റെ അടുത്ത് നിന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? നീ ഫോൺ പിടിച്ചോളി. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് അടുത്ത കേക്ക് കൊടുക്കാൻ പോകുന്ന ആർക്കാന്നറിയാം? നമ്മുടെ സ്വന്തം അവിടെ വാവാട്ടക്കാണ്. മാറ്റി ഇങ്ങോട്ട് വെക്ക്, പുൽക്കൂടിന്റെ അടുത്ത് വെക്ക്, എല്ലാരും കാണട്ടെ. അവിടെ ചക്കരക്കുട്ടി വാവാട്ട. ഓ, കാണുന്നുണ്ട്. ആ പറ്റിനെ മുഖത്ത് വിളിച്ചോ. അപ്പൊ ആരും എനിക്ക് കേക്ക് തോന്നില്ല. എനിക്ക് ആരും കേക്ക് തരും? ആരും തരുന്നില്ല. അപ്പൊ ആർക്കും എന്നോട് സ്നേഹമില്ലാന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമുക്ക് നോക്കാം ആരാണ് എനിക്ക് കേക്ക് തരാൻ പോകുന്നത്. സ്നേഹമുള്ള
അതാ സാനൊക്കെ ലിപ്സ്റ്റിക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാന ക്രിസ്മസ് ഇഷ്ടായോ? ഞങ്ങക്ക് തന്നതിന് ഒരുപാട് നന്ദി. അപ്പൊ സാന്ത ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഒരു മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേക്ക്. Merry Christmas. ആ ഹാപ്പി ന്യൂ ഇയർ. Happy New Year. യെസ്, എല്ലാവർക്കും ഈ കേക്ക് കൊടുത്തോ. എല്ലാരും കഴിച്ചോളാൻ പറ. എല്ലാരും കഴിക്കൂ. ആ അത് അടുത്തോണ്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് കൊടുക്കണം. ഇത് സാധനം കഴിച്ചോ? സാധനം കളറാ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും നമുക്ക് ഓരോ പീസ് കേക്ക് അങ്ങോട്ട് കൊടുക്കാം. എന്താ അമ്മച്ചി കേക്ക്? ആ സാന്റയ്ക്ക് കൊടുത്തില്ലല്ലോ. സാന്റെ പാപം. ഗായ്സ്, അയ്യോ എന്റെ ഗായ്സിന് ഇതൊന്നും വരാത്തെ. എന്റെ ഗായ്സിന് തന്നില്ലല്ലേ. എന്റെ ഗായ്സിന് അയ്യോ മോസ്റ്റ് മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും വേണ്ടിയുള്ള കേക്ക് നിന്നോട്. നിങ്ങൾക്ക് ഇത് കിട്ടിയാലും വേണം, അത് മുഴുവൻ നിങ്ങൾക്കുള്ളതാ. തിന്നോ അല്ലേ? എന്നാ തിന്നോ. അപ്പൊ നമ്മുടെ സ്വന്തം സാന്റാ ക്ലാസ്. ഞാനപ്പം കഴിഞ്ഞ വീഡിയോയിലും മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോസ്റ്റ് സർപ്രൈസ് നമ്മുടെ ക്രിസ്മസിനുണ്ടെന്ന്. അപ്പൊ നമ്മുടെ സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ സാന്റാജി വന്നതാണ്. അത് തന്നെ ഒരു വൻ കളറായിട്ടുണ്ട് അല്ലേ സാന്റാ ക്ലാസ്? എല്ലാവരും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മുടെ സാന്റ ആരാ നിങ്ങൾക്ക് കാണണ്ടേ? കാണിച്ചു കൊടുക്കണം ആരാന്ന്. ഈ നമ്മുടെ സ്വന്തം ചക്കര ചേട്ടനാണ് നമ്മുടെ സാന്റാജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വന്തം ചക്കരയാണ് നമുക്ക് സാന്റയായിട്ട് ഞങ്ങൾക്ക് സർപ്രൈസിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ സാന്റാജി? ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്ടഡ് സാന്റയായി. താങ്ക് യു കൊച്ചേ. നല്ല സന്തോഷമുണ്ട് സാന്റ, ഒരുപാട് സന്തോഷം. സാന്റ എന്നെ എടുക്കൂ. സാന്റ എന്നെ എടുത്തിരിക്കുന്നു. അതിന് വയറുവേദനയാടാ. സാന്റ ഒന്ന് തുള്ളിയതാണ് ഗൈസ്, വയറ് കൊളുത്തി പിടിച്ച സാന്റയ്ക്ക് ഫുഡ് കഴിക്കില്ല. ഈ സാന്റയ്ക്ക് കേക്ക് ഇഷ്ടമല്ല, കാരണം എല്ലാ വീട്ടിൽ നിന്നും കേക്ക് തന്നെ അതിന്റെ വയറ് നിറഞ്ഞു അല്ലേ സാന്റ? അതുകൊണ്ട് അതെ കുമ്പ നിറഞ്ഞു. ഒച്ച കേൾക്കുന്നുണ്ടോ സാന്റ? സാന്റന്റെ വയറൊന്നും ഒച്ചൊന്നും കേൾക്കുന്നില്ല. അപ്പൊ സാന്റ എല്ലാ വീട്ടിൽ നിന്ന് കേൾക്കുന്നു. അധികം കേക്ക് കഴിക്കും സാന്റ? കഴിക്കും. സാന്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് എന്താ? ഇഷ്ടം. അപ്പൊ സാന്റ തൊപ്പിയിട്. ഇനി തൊപ്പിയിട്ട സാന്റ. ഇത് തൊപ്പിയിടാത്തപ്പോ നമ്മുടെ ചക്കരക്കുട്ടിയാണ് കേട്ടോ, നമ്മുടെ ചക്കരയാണ്. അപ്പൊ ചക്കരയാണ് നമുക്ക് സാന്റ വന്നിരിക്കുന്നത്. അപ്പൊ സാന്റ ക്രിസ്മസ് അടിപൊളിയായോ? വൈബായോ? ചില്ലിങ് ആയോ? മോസ്റ്റ് ആയോ? നമ്മുടെ പുൽക്കൂട് ഇഷ്ടായോ? നോക്കൂ സാന്റ, നമ്മുടെ അനുഗ്രഹിക്കൂ സാന്റ. നമ്മുടെ പുൽക്കൂടൊക്കെ ഇഷ്ടായി, നല്ലതാന്ന് പറയ്. നല്ല പുൽക്കൂടെന്ന് പറയ്. ഓക്കെ, താങ്ക് യു സാന്റ. നമ്മുടെ മോസ്റ്റ് ട്രീ ഇഷ്ടപ്പെട്ടോ സാന്റ? അപ്പൊ ഒരു കാര്യം ചെയ്യണം, എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് D4 ഡയാന വ്ളോഗാണ്. സാന്റ പോയിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് സെറ്റാക്കി എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുന്നതും ട്രീ ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സാന്റ അത് കാണണം. അടുത്ത ക്രിസ്മസിന് ഗിഫ്റ്റും കൊണ്ട് ഇങ്ങ് വന്നേച്ചാ മതി. ഇപ്പൊ കേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സാന്റ. താങ്ക് യു സോ മച്ച് സാന്റ. അപ്പൊ സാന്റ കേക്ക് ഒക്കെ ഇഷ്ടായില്ലേ? പൊളിയല്ലേ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് മോസ്റ്റ് ആയോ? എല്ലാവർക്കും ഒരു എനർജി പോരാ, എന്റെ അത്ര എനർജി ആർക്കുമില്ല. മോസ്റ്റ് ആയോ? ആയി. എടാ എല്ലാരും ഒരുമിച്ച് പറയണേ മോസ്റ്റ് ആയോ? ഓ വാ, എനിക്ക് ഇപ്പോഴാണ് സന്തോഷമായത്. എല്ലാരും വൈബില് ചില്ലിങ് ആയിരിക്കുന്ന കാണാനാണ് എനിക്ക് എന്നും സന്തോഷം. അതെ, എല്ലാവർക്കും ഇപ്പൊ നേരം വെളുത്ത് ഇപ്പൊ 3 മണിയായി കാഴ്ച ഇവിടെ സമയം. എന്നിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് ഇവിടെ കഴിഞ്ഞിട്ടില്ല. പോരെ ക്രിസ്മസിന് നല്ല ക്രിസ്മസ് വീഴ്ചയാവും കേട്ടോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്നുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് നല്ല കളറായിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പന്റെ മൂക്കിരിക്കുന്ന കണ്ണിലാണ്. നമ്മുടെ സ്വന്തം അപ്പൂപ്പനാണ്, നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനാണ്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അമ്മച്ചി? ക്രിസ്മസ് അപ്പൂപ്പനെ അമ്മച്ചി ഇഷ്ടല്ലേ? ക്രിസ്മസ് അപ്പൂപ്പനെ അമ്മച്ചി ഒരു ഉമ്മ കൊടുത്തില്ല. ക്രിസ്മസ് അപ്പൂപ്പനെ എന്നിട്ട് അമ്മച്ചിക്ക് അതാ ക്രിസ്മസ് അപ്പൂപ്പന്റെ അടുത്തേക്ക് അമ്മച്ചി വരുവാണോ? ഇതെന്താ ഈ നടക്കണേ? ആ ക്രിസ്മസ് അപ്പൂപ്പൻ തിരിച്ചും കൊടുത്തില്ലല്ലോ. അതാ തിരിച്ചും കൊടുത്തോ? ആ ഉമ്മ കണ്ടോ, അത്രക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും ക്രിസ്മസ് അപ്പൂപ്പൻ തന്നെ. അത്രക്ക് ജീവന്റെ ജീവനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് എന്തായാലും കളറായോ സാന്റ? പിന്നെ കളറായില്ലേ? കളറായോ പങ്ക? കളറായോ അമ്മച്ചി? ഓ കളറായി, കലങ്ങി. അതെ,
കലങ്ങിക്കളറായോ? ആദ്യ റോൺസൺ എൻസ. യെസ്, മോസ്റ്റ് കളറായി. അപ്പൊ മോസ്റ്റ് കളറായിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ക്രിസ്മസ് ഒരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ. സാന്റ വന്ന് കൊച്ചിനെ വരുതിയിലാക്കി വർത്താനം പറച്ചിലാണ് കേട്ടോ. സാന്റ ശരിയല്ല കേട്ടോ, അപ്പൊ ശരിയല്ല. പിള്ളേരെ വളച്ചോണ്ട് പോവാണ്, കൊച്ചു പിള്ളേരെ വളച്ചെടുത്തോണ്ട് പോവാണ്. അതന്നെ, അതാ അങ്ങനൊന്നും പറയാൻ പാടില്ല. സാന്റയ്ക്ക് പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഗിഫ്റ്റും കൊണ്ട് ഇഷ്ടമാണ്, ഗിഫ്റ്റ് കൊണ്ട് വരണം. പിന്നെ വെറുതെ ഒന്നും കേക്ക് ഗിഫ്റ്റ് അല്ലേ? ഇല്ല, എനിക്കൊരു ആനയുടെ ഗിഫ്റ്റ് വേണം. ഈ കൊച്ചു ശരിയല്ല കേട്ടോ. അപ്പൊ സാന്റ ഇനി വരുമ്പോ എന്ത് ചെയ്യാ? ഫോളോ ചെയ്യണം. അതാ സാന്റയ്ക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, അതെ വൈഫ് ഉണ്ട് നെറ്റിയില്. ഫ്രീ ഡാറ്റ പാസ്വേഡ് സാന്റാന്ന് അടിച്ചാൽ മനസ്സിലായത് ഇംഗ്ലീഷ്. ഗായ്സ് ഇപ്പൊ ഈ കൊച്ചിന് ഫോളോ ചെയ്യണം. അതെ, ഈ കൊച്ചിന്, അതായത് എന്നെ ഫോളോ ചെയ്തോണെന്നാണ് പറഞ്ഞത്. ഡയാന ലിയാൻ റൈനെ ഫോളോ ചെയ്യണം. സാന്റ അവർക്ക് സ്ഥിതിക്ക് ആരെല്ലാം അനുസരിച്ചില്ല എല്ലാവരെയും ശരിയാക്ക സാന്റ. ഇനി വരുമ്പോ സാന്റ ആർക്ക് സമ്മാനം തരില്ല. അപ്പൊ ഇനി എല്ലാവർക്കും സമ്മാനം തരണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തോണം. അല്ലേ സാന്റ? എന്റെ വീഡിയോ എല്ലാവരും കാണണ്ടേ? പറഞ്ഞു കൊടുക്ക്. ഡയാന വ്ലോഗ് ചാനൽ കാണണം, ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. എല്ലാം അങ്ങ് ചെയ്തേക്കോ, ഒന്നും നോക്കണ്ട. അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടൂല. അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടില്ല. സാന്റ പറഞ്ഞ സ്ഥിതിക്ക് ഗിഫ്റ്റ് കിട്ടില്ലല്ലേ അമ്മച്ചി? ഇല്ല, കിട്ടില്ല. ഗിഫ്റ്റ് കിട്ടില്ല. അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് എന്തായാലും അപ്പൊ പങ്കന്റെ വെച്ചോർണം. എല്ലാരും കിടന്നുറങ്ങുക. ഉറങ്ങട്ടെ, എല്ലാരും എണീറ്റ് വരട്ടെ. നമുക്ക് ചില്ലിങ് വൈബാക്കും. അതാണ് വിഷയം. കേക്ക് എനിക്കെന്തിനും കൊണ്ടുവരണം വരുമ്പോ. അതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ കൈ വിഷയം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പൊ ഗായ്സേ, ജുവാനന്റെ കൈ അറിയാതെ എനിക്ക് ഒരു ലുവാറി വാങ്ങിക്കോ. അതന്നെ, എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ. ഇല്ലേ ഒരു ലുവാറി തീരില്ലല്ലോ ഗായ്സ്. അപ്പം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നമ്മൾ ഒന്നുകൂടി പറയാണ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ക്രിസ്മസ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ കാണാം, അല്ലേ അമ്മച്ചി? കാണാം. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി